നമസ്തേ. എല്ലാവർക്കും ആദ്യമേ തന്നെ പുതുവത്സര ആശംസകൾ. രണ്ട് കാര്യങ്ങളാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒന്ന്, എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക. രണ്ട്, സേവന തൽപരതയോടെ ജീവിക്കുക. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അതിലൂടെ ഏറെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഫിയറും ഒക്കെ ഉള്ള ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അടുക്കി അത് ഏറെ ഭീകരമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്നവരെന്താ ചെയ്യുന്നത്? ഇതെല്ലാം നിരത്തി വെക്കുകയാണ്, അതെല്ലാം നേരിട്ട് കാണുകയാണ്, അനുഭവിക്കുകയാണ്. അതിൻ്റെ തീവ്രത മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ കുറഞ്ഞ് അത് തീരെ ഇല്ലാതെയാകും. അതുകൊണ്ട് ധ്യാനം ശീലിക്കുക. നിങ്ങൾ 1 മണിക്കൂറാണ് ധ്യാനത്തിന് മാറ്റി വെക്കുന്നത് വിചാരിക്കുക, രാവിലെ വൈകിട്ടോ എപ്പോഴാണെങ്കിലും. അതിൽ എല്ലാ ദിവസവും ഒരേപോലെ താല്പര്യം വരണമെന്നില്ല. അങ്ങനെ തീരെ താല്പര്യം തോന്നാത്ത ദിവസം പോലും 1 മിനിറ്റെങ്കിലും നമുക്ക് മെഡിറ്റേഷന് ഒരു ശ്രമമുണ്ടാവുക, ധ്യാനാത്മകമായിരിക്കുക, ശ്വാസം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കൊച്ചു മെഡിറ്റേഷൻസ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ശീലമായിട്ട് ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. രണ്ടാമത്തെ സംഗതി സേവന സന്നദ്ധതയാണ്. നമ്മൾ നാടിനും വീടിനും വേണ്ടി അല്പസമയം സർവീസിന് വേണ്ടി മാറ്റിവെക്കുക. ഇന്നത്തെ കാലത്ത് പരമാവധി പണം ലഭിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ ഉപേക്ഷിച്ച് അടുത്ത തൊഴിലിലെ തേടുന്ന കാലഘട്ടമാണ്. അപ്പോഴെപ്പോഴും എല്ലാവരുടെയും ഫോക്കസ് കൂടുതൽ ഏണിങ് എന്നുള്ളതാണ്. എന്നാൽ അതിനോടൊപ്പം പരിശീലിക്കേണ്ടതാണ് സേവന സന്നദ്ധത. അതായത് എല്ലാ ദിവസവും കുറേ സമയം സേവനം ചെയ്യുക. അത് വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. വീട്ടിലാണെങ്കിൽ തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകാം, തുടയ്ക്കാം, തൂക്കാം. ആ ജോലികളൊക്കെ മറ്റു പലരുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർക്കത് വലിയ സഹായമായിരിക്കും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് അല്പം വിശാലത വരാനും അതിലൂടെ ആന്തരിക സമാധാനം കൈവരാനും ഇടയാക്കുമെന്നുള്ളതുകൂടെയാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ യുവാക്കൾ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിലും ആഴ്ചയിലെങ്കിലും കുറേ മണിക്കൂർ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, അതുപോലെ മരുന്നും. ഇങ്ങനെയൊക്കെ ഒരു സേവന മനോഭാവത്തോടെ ഒരുമിക്കുന്ന ആൾക്കാർക്ക് പുതിയ മേഖലകൾ കണ്ടെത്താനും സേവനം ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്ക് സേവന സന്നദ്ധതയോടെ മറ്റുള്ളവരെ സഹായിക്കണമെന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാം. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, മെഡിറ്റേഷന് വേണ്ടി സമയം മാറ്റിവെക്കുക. 2, സേവന സന്നദ്ധത ശീലമാക്കുക. നമുക്ക് ഈ പുതുവത്സരം ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. താങ്ക് യു. പുതുവത്സരാശംസകൾ. നമസ്തേ.